കൂടിയുള്ള സൂചനകൾ നൽകുന്നു. ഇതിനിടെ അന്വേഷണം വേണം ഈ വിഷയത്തിനകത്ത് എന്ന് എം സ്വരാജ് LDF സ്ഥാനാർത്ഥി പറയുകയും ചെയ്തിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളിൽ, കേന്ദ്ര നയത്തിന്റെ നിലപാടുകളിൽ അല്ലെങ്കിൽ നിയമത്തിന്റെ പരിമിതികളാണ് പലപ്പോഴും വന്യജീവി ശല്യ പ്രശ്നം പരിഹാരം ഉണ്ടാക്കാത്തത് എന്ന് ഇടതുപക്ഷം പലതവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. വനം മന്ത്രിയും അതേ തരത്തിലുള്ള നിലപാടാണ്. പക്ഷേ മലയോര മേഖലകളിൽ കഴിഞ്ഞ 1-2 വർഷമായി കൂടുതലായിട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ജനകീയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. പലപ്പോഴും ജീവനറ്റ അവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അത് തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ നാട്ടുകാർക്ക് കടക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ ഏതെങ്കിലും വലിയ ദാരുണ സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം അടിയന്തര നടപടികളിലേക്ക് കടക്കുക എന്നുള്ളൊരു സ്ഥിരം സംഭവമാകുന്നു. ആ വിഷയം ഞങ്ങൾ അഡ്രസ്സ് ചെയ്യും, അതുമായി മുന്നോട്ട് പോകും, അത് ഈ ചെറിയൊരു പ്രതിഷേധത്തിൽ നിർത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടിയാണ് UDF നേതാക്കൾ. നമുക്ക് കാണാം, മലപ്പുറത്ത് പാത ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത് ഈ അർദ്ധരാത്രിയിലോട്ട് കടക്കുന്ന ഈ സമയത്ത് തന്നെയാണ്. ഇതിൽ ഏത് തരത്തിലുള്ള ഇടപെടൽ വളരെ പെട്ടെന്ന് വേണമെന്നാണ് UDF ആവശ്യപ്പെടുന്നത് എന്ന് കൂടിയാണ് അറിയേണ്ടത്. നേരത്തെ ആര്യടൻ ഷൗക്കത്തും പറഞ്ഞത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകം നടക്കുകയാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് മീൻ പിടിക്കാൻ പോയ 4 പേരാണ്. ഇതിൽ 3 പേര് ചികിത്സയിലാണ്. അതിൽ ഒരാളുടെ നിലയും ഗുരുതരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. മലപ്പുറത്ത് വഴിക്കടവിലുള്ള വെള്ളക്കെട്ട് എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഥലത്ത് വലിയ തരത്തിലുള്ള വന്യജീവി ശല്യമുണ്ട്. അതാണ് നാട്ടുകാരും പറയുന്നത്. ഇത് ആദ്യമായിട്ടുള്ളതല്ല. സ്ഥിരമായിട്ട് കർഷകർ ധർണ നടത്തുന്നു, സമരം നടത്തുന്നു, പ്രതിഷേധിക്കുന്നു. ഇതൊരു സ്ഥിരം കാഴ്ചയായി തുടരുന്ന മലപ്പുറത്ത് ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് UDF കടക്കുന്നു. നിലമ്പൂർ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. എങ്ങനെയാണ് ഇനി ആശുപത്രിയിൽ നിന്നുള്ള ഒരു പ്രതിഷേധ മുഖം കൂടി എന്നുള്ളത്. കാരണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലൊരു തീരുമാനം കൃത്യമായി ഉറപ്പുവരുത്താതെ മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ പോലും സംഭവിച്ചത്. LDF സ്ഥാനാർത്ഥി എം സ്വരാജ് അവിടെ വേദനാജനകമായ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപകടത്തിൽപ്പെട്ട 3 കുട്ടികളാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. 2 കുട്ടികൾ ജില്ലാ ആശുപത്രിയിലും 1 കുട്ടി പാലാട് സ്വകാര്യ ആശുപത്രിയിലുമാണ്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട കുട്ടി അങ്ങനെ ഗൗരവതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ പ്രവേശിപ്പിക്കപ്പെട്ട 2 കുട്ടികളിൽ ഒരാളാണ് മരണപ്പെട്ടത്. ജിത്തു എന്നാണ് ആ കുട്ടിയുടെ പേര്. മറ്റൊരു കുട്ടി അപകടനില തരണം ചെയ്തു, ഇപ്പോൾ സാധാരണ നിലയിലായിട്ടുണ്ട്. ഷാനു എന്നാണ് ആ കുട്ടിയുടെ പേര്. ഞാൻ ആ കുട്ടിയുമായി സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഫുട്ബോൾ കളി കഴിഞ്ഞ് അവരെല്ലാവരും കൂടി മീൻ പിടിക്കാൻ വേണ്ടി പോയതാണ്. മീൻ പിടിക്കുന്നതിനിടയിൽ ആ തോടിൻ്റെ കരയിലുള്ള അവിടെ കുറച്ച് പുല്ലോ മറ്റോ വളർന്നിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ ഒരു കമ്പി ഉണ്ടായിരുന്നു, അത് ഇവർ കണ്ടില്ല. അബദ്ധത്തിൽ അതിൽ തട്ടി, അതിൽ നിന്ന് ഇലക്ട്രിക് ഷോക്ക് ഏറ്റു എന്നാണ് പറയുന്നത്. വൈദ്യുതി ലൈൻ പൊട്ടി വീണതാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല. അത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഷാനുവിനോട് ചോദിച്ചു. അപ്പോൾ വൈദ്യുതി ലൈൻ പൊട്ടി വീണതല്ല എന്ന് കുട്ടി പറയുന്നുണ്ട്. പന്നിക്ക് വെച്ച കെണിയാണോ എന്നുള്ളത് കുട്ടിക്ക് അറിയില്ല, ഒരു കമ്പി എന്ന് മാത്രമേ അറിയുള്ളൂ. മുൻപും നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് പന്നിക്ക് വെച്ച കെണിയാണ് എന്ന നിഗമനത്തിലേക്ക് സാധാരണഗതിയിലെത്തും. ചിലപ്പോൾ അങ്ങനെ ആവാം, പക്ഷെ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിന് അന്വേഷണം നടക്കണം. ഇത് രണ്ടും നമുക്ക് 2 നിലയിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും അനധികൃതമായി വൈദ്യുതി ലൈനിൽ നിന്നും കമ്പി കൊളുത്തി ഇങ്ങനെ പന്നിക്ക് കെണി വെക്കുന്നത് നിയമവിരുദ്ധമാണ്. അതൊരു കുറ്റകൃത്യമാണ്. വലിയ അപകട സാധ്യതയുള്ളതാണ്. ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് അത് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്തിൻ്റെ പേരിലായാലും അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അത് കുറ്റകൃത്യമാണ്. അങ്ങനെയാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, അന്വേഷണം നടക്കണം, അടിയന്തരമായി അന്വേഷണം നടക്കണം. അതിലൂടെ എന്താണെന്നുള്ളത് സ്ഥിരീകരിക്കണം. ഇങ്ങനെയുള്ള കുറ്റകൃത്യമാണെങ്കിൽ കുറ്റവാളികൾക്കെതിരായി കർശനമായ നടപടി സ്വീകരിക്കുകയും വേണം. വന്യജീവി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് കുറെ കൂടി മറ്റൊരു തരത്തിൽ ചർച്ച നടത്തേണ്ടതാണ്. അത് മലയോര ജനതയുടെ ജീവനും കൃഷിക്കും ഒക്കെ വേണ്ട പരിഗണന നൽകാത്തൊരു നിയമം എന്ന നിലയിലാണ് വന്യജീവി സംരക്ഷണ നിയമം വിമർശിക്കപ്പെടുന്നത്.
അത് ഭേദഗതി ചെയ്യണം. അത് ഭേദഗതി ചെയ്ത് മലയോര ജനതയുടെ ജീവനും സ്വത്തിനും അവരുടെ കൃഷിക്കും സംരക്ഷണം ഉറപ്പുവരുത്തണം. അത് എല്ലാവരുടെയും ഒരു പൊതുവായ ആവശ്യവുമാണ്. ഏത് ഗവൺമെന്റ് സഹകരിക്കും? ഏത് ഗവൺമെന്റ് സഹകരിക്കുന്നില്ല? അല്ല, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 എന്ന് പറഞ്ഞാൽ അത് സെൻട്രൽ ലെജിസ്ലേഷനാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ്, കേന്ദ്ര നിയമമാണ്. അപ്പോൾ ആ കേന്ദ്ര നിയമത്തെ സംസ്ഥാന നിയമസഭയ്ക്ക് മറികടക്കാൻ കഴിയില്ല. ആ നിയമം ആര് കൊണ്ടുവന്നു തുടങ്ങിയ ആരോപണങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും നമ്മൾ അത്തരം ഒരാരോപണങ്ങളിലല്ല. ഇപ്പോൾ ഭരിക്കുന്നവർക്കത് ഭേദഗതി ചെയ്യാൻ സാധിക്കും. പാർലമെന്റിനാണ് അധികാരം. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്നവർ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുകയും പരിസ്ഥിതി സംരക്ഷണം പരമപ്രധാനമായി ഉറപ്പുവരുത്തുമ്പോൾ തന്നെ മനുഷ്യനും പരിസ്ഥിതിയുടെ ഭാഗമാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി മലയോര ജനതയുടെ ജീവനും അവരുടെ കൃഷിക്കും സംരക്ഷണം ഉറപ്പുവരുത്തക്ക വിധത്തിൽ വന്യജീവി സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വരുത്തുകയാണ് വേണ്ടത്. അത് കേന്ദ്ര നിയമമായതുകൊണ്ട് തന്നെ പാർലമെന്റ് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. മലയോര ജനതയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ചില പദ്ധതികൾ കേരളം കേന്ദ്രത്തിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ആ പദ്ധതികൾക്ക് അംഗീകാരം നൽകണം. അതിന് കേന്ദ്ര അനുമതി വേണം. ഇതാണ് വേണ്ടത്. അതിനിപ്പോൾ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ട ഒരു സാഹചര്യം അല്ല ഉള്ളത്. കേരള സർക്കാർ പൂർണ്ണമായിട്ടും കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്നും കേരളം സമർപ്പിച്ച പദ്ധതി അംഗീകരിക്കണം തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അത് എല്ലാവർക്കും അറിയാം. വനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവസാന വാക്ക് കേന്ദ്രത്തിൻ്റെതാണ്. നിയമനിർമ്മാണത്തിനുള്ള അധികാരവും കേന്ദ്രത്തിൻ്റെതാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലനിൽക്കുന്ന സമയത്ത് അതിലെ വ്യവസ്ഥകളെ മറികടക്കും വിധം ഒരു ലെജിസ്ലേഷൻ നിലനിൽക്കുകയുമില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എം സ്വരാജിന്റെ പ്രതികരണം, LDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. ഇതിനകത്ത് കേന്ദ്ര നിയമത്തിന്റെ പരിമിതി, അതിൽ ഉണ്ടാകാത്ത നിലപാട് വലിയൊരു വിവാദങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ അപകടത്തിൽപ്പെട്ട കുട്ടിയുടെ മൊഴി കൂടി എടുത്തു പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വിഷയമായി സംബന്ധിച്ച് അന്വേഷണം വേണമെന്നുള്ളൊരു നിലപാടിലേക്ക് എം സ്വരാജ് കടക്കുകയും ചെയ്തിരിക്കുന്നു. മലപ്പുറം വഴിക്കടവിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തെ തുടർന്ന് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. UDF നേതാക്കന്മാരെല്ലാവരും, പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും എത്തുന്നു. സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമാണെന്ന് UDF സ്ഥാനാർത്ഥി തന്നെ ആരോപിക്കുന്ന സാഹചര്യം. വലിയ മുൻപും പല തവണയും